റീജിയണൽ ബ്രാൻഡുകളെ സക്സസ് സ്റ്റോറിയെ കോപ്പി ചെയ്തിട്ടാണ് പലപ്പോഴും വലിയ ബ്രാൻഡുകൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. സ്ട്രീറ്റിൽ നന്നായിട്ട് മോമോസ് വിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ക്രോപ്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യുന്നുണ്ട്. വലിയ ബ്രാൻഡുകൾക്ക് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്, ചെറിയ ബ്രാൻഡുകൾക്ക് അത്രയൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചെയ്യാൻ പറ്റാവുന്ന CRM തന്നെ എത്ര വലിയ സാധ്യത ഉണ്ട്. ലുലുമോൾ, റിലയൻസ് പോലത്തെ വലിയ വലിയ ബ്രാൻഡുകൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ക്രിയേറ്റീവ്ലി ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നാണ് ആസ് എ ബിസിനസ് സ്ട്രാറ്റജീസ് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്നത് കൊട്ടാരക്കര പോലത്തെ സ്ഥലങ്ങളിലേക്ക് കോട്ടയം ലുലു വരുന്നുണ്ട്. നമ്മളിപ്പോൾ മലബാർ റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ നെസ്റ്റോ പോലത്തെ വലിയ ബിഗ് ചെയിനുകൾ താഴെ തട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പേ തന്നെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറുകൾ മാർക്കറ്റിലുടനീളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഷ് വരുന്നുണ്ട്. അത് ഒരു ഗ്ലോബൽ പ്രതിഭാസമാണത്. ഇപ്പോൾ അവർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വാൾമാർട്ട് വരുമായിരുന്നു. ഇപ്പം പിന്നെ അതല്ലെങ്കിൽ അതുപോലത്തെ ബ്രാൻഡുകൾ വരുന്നുണ്ട്, അത് ഉടനീളം വരുന്നുണ്ട്. അത് അപ്പോൾ ഇത് ലോക്കൽ ബ്രാൻഡുകളെ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺസൾട്ടേഷനിൽ വരുന്ന സ്ട്രാറ്റജി ഭാഗമായിട്ട് വരുന്ന ഒരു എൻക്വയറിയാണത്. കാരണം നമ്മൾ വലിയ ബ്രാൻഡുകളെ സ്ട്രാറ്റജി ബോർഡിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും. അതേപോലെ തന്നെ ഇതുപോലെ അത്യാവശ്യം പ്രൊമിനൻ്റായ ലോക്കൽ ബ്രാൻഡുകൾ അല്ലെങ്കിൽ റീജിയണൽ ചെയിനുകൾ, ഇതിനെയും നമ്മൾ പിന്നെ സ്ട്രാറ്റജി ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ബോർഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഈ ലോക്കൽ ബ്രാൻഡുകൾ വലിയ ബ്രാൻഡുകളെ പേടിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വലിയ ബ്രാൻഡുകളെ സൈഡിലിരുന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ലോക്കൽ ബ്രാൻഡുകൾ അവർ പേടിക്കുന്നുണ്ട്. കാരണം റീജിയണൽ ബ്രാൻഡുകൾ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അപ്രൂട്ട് ചെയ്യാൻ വലിയ ബിഗ് ബ്രാൻഡുകൾക്ക് പറ്റില്ല. പക്ഷേ പല സമയങ്ങളിലും നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് റീജിയണൽ ബ്രാൻഡുകളെ കിട്ടാതിരിക്കുമ്പോൾ ആളുകൾ നിർബന്ധിതാവസ്ഥയിലാണ് പിന്നെ ബിഗ് ചെയിനുകളിലേക്ക് പോകുന്നത്. ഇവർ രണ്ട് ആളുകൾ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ആ മാർക്കറ്റിൻ്റെ ഹെൽത്തി മാർക്കറ്റിൻ്റെ ഇൻഡെക്സ്. ഒരേ സമയം നമുക്ക് അത് രണ്ട് ബ്രാൻഡുകളുടെയും അവൈലബിലിറ്റി ഗുണം ചെയ്യാണ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മീറ്റ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് വാങ്ങുകയാണെങ്കിൽ വെജിറ്റബിൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല റെസ്പോൺസിബിളായ ഒരു ലോക്കൽ പ്ലെയർ നമുക്ക് കുറേ കൂടി ഓപ്ഷനോട് കൂടി അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാൻ പോകുന്നത് ഈ ലോക്കൽ ബ്രാൻഡ്സിനെയാണ്. പലപ്പോഴും ബിഗ് ബ്രാൻഡുകൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരൊരു ലൗഡാക്കുന്നത്, നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അവരൊരു ഫിയർ മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. ഒരിക്കലും വലിയ ബ്രാൻഡുകൾക്ക് ചെറിയ ബ്രാൻഡുകളെ നന്നായിട്ട് ചെയ്യുന്ന, അത്യാവശ്യം ഇന്നോവേറ്റീവായി ചിന്തിക്കുന്ന, അത്യാവശ്യം അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചെറിയ ബ്രാൻഡുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെന്ത് ചെയ്യാണ്, ഈ സ്വയം ഞങ്ങളിതാ പിന്നെ നമുക്കെന്തോ പ്രശ്നം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അതിനെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ അവർ ക്രിയേറ്റീവായിട്ടുള്ള റെസ്പോൺസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലെ ചെറിയ ബുട്ടീക്സുകളിപ്പോൾ നല്ല ഷോപ്പിഫൈ ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അല്ലെങ്കിൽ വേൾഡിലേക്ക് മുഴുവൻ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഷിപ്പിങ്ങിന് ഓപ്ഷൻ അവർക്ക് വന്നത് അവർ സ്വന്തം ഉണ്ടാക്കിയതല്ലല്ലോ, ആ ഒരു എക്കോസിസ്റ്റം ആളുകൾ അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഷോപ്പിഫൈയും ജസ്റ്റ് ഒരു ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇവരുടെ ബ്രാൻഡിനെ അവർക്ക് ഗ്ലോബലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് ബ്രാൻഡുകൾ അങ്ങനെ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ പലതും ഓർഡേഴ്സൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈദരാബാദ് അതല്ലെങ്കിൽ ബാംഗ്ലൂർ പോലത്തെ IT സിറ്റികളിലേക്കാണ് ഇവിടെ നിന്ന് ഉള്ള ഫാഷൻ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ചപ്പൽസ്, ഷൂസ് എല്ലാം റീജിയണൽ ബ്രാൻഡുകളാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഗ്ലോബൽ ബ്രാൻഡുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്ലോബൽ ബ്രാൻഡുകൾ സ്ട്രോങ് ആയ ഫേസിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന്. രണ്ട്, ഇങ്ങനത്തെ എക്കോസിസ്റ്റം വരുന്ന സമയത്ത് ഇപ്പോൾ ഏത് ഒരു മാൾ വരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഉള്ള പ്രധാനപ്പെട്ട നൈബർഹുഡ് മാൾസൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 30 to 40% മാളിന് വേണ്ടി നമ്മൾ സോൺ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ എപ്പോഴും അവരോട് പറയുന്ന സാധനമാണ്, നിങ്ങൾ 30 to 40% ഇവിടുത്തെ ലോക്കൽ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്ലോസ് ടു ഹാർട്ടായ ബ്രാൻഡുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, അതോട് അഡോപ്റ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ക്ലയൻസായ റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. എൻ്റെ അടുത്ത് ഈ വലിയ ബ്രാൻഡിൻ്റെ CEO നിരന്തരം പറയാറുണ്ട്, നിങ്ങളെ റെസ്റ്റോറൻറ്റിനെ ഞങ്ങളെ മാളിലേക്ക് കൊണ്ടുപോകാം, ഞങ്ങൾ എന്ത് ഫെസിലിറ്റിയും ചെയ്തു തരാം. കാരണം അവിടെ ഇതിന് പകരം നമ്മുടെ ഒരു റീജിയണലി സ്ട്രോങ് ആയ ബ്രാൻഡിന് പകരം
ഒരു സ്ട്രോങ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആളുകൾ ആ ബ്രാൻഡ് ഉണ്ടെങ്കിൽ കുറേ കൂടി അവിടേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ശരിക്കും റീജിയണലി റെസ്പോൺസിബിളായി ക്രിയേറ്റീവായിട്ട് മാറ്റത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്ന റീജിയണൽ ബ്രാൻഡുകൾക്ക് ഈ മാറ്റങ്ങൾ അനുകൂലമാക്കി എടുക്കാൻ പറ്റും. പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ജെൻസിയാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി പെർസ്പെക്റ്റീവും കസ്റ്റമറിൻ്റെയോടുള്ള റെസ്പോൺസ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ മാറി. അതൊന്നും അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാതെ ഞങ്ങൾ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ബ്രാൻഡുകൾ ചിലപ്പോൾ വൈപ്പ് ഔട്ട് ചെയ്ത് പോകും. പക്ഷേ റെസ്പോൺസ് ചെയ്യുന്ന ക്രിയേറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്ന ബ്രാൻഡുകളെ ഒരു രീതിയിലും ലോക്കൽ ബ്രാൻഡുകൾക്ക് ഗ്ലോബൽ ബ്രാൻഡുകൾക്കോ അല്ലെങ്കിൽ ബിഗ് ചെയിനുകൾക്കോ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെയും കൂടെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആമസോൺ എടുത്ത് നോക്ക്. ആമസോണിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പല സാധനങ്ങളും എത്നിക് ഡ്രസ്സുകളും മറ്റുമൊക്കെ റീജിയണൽ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നതാണ്. റീജിയണൽ ബ്രാൻഡുകളെ സക്സസ് സ്റ്റോറിയെ കോപ്പി ചെയ്തിട്ടാണ് പലപ്പോഴും വലിയ ബ്രാൻഡുകൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വലിയ ബ്രാൻഡുകൾ ഇപ്പോൾ മോമോസ് ഇവിടെ വിൽക്കുന്നുണ്ട്. അത് മോമോസ് ഒരു സ്ട്രീറ്റ് ബ്രാൻഡാണ്, സ്ട്രീറ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ സ്ട്രീറ്റിൽ നന്നായിട്ട് മോമോസ് വിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ക്രോപ്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലെല്ലാം എടുക്കേണ്ട ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫിയർ ഇല്ലാതിരിക്കുക. ഫിയർ എപ്പോഴും ഉണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന പണിയിൽ, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്കോസിസ്റ്റത്തിൽ, നമ്മളുടെ HR, നമ്മളെ ടീമിൽ നമുക്ക് വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് അനുരണനങ്ങൾ കേൾക്കുമ്പോഴും നമുക്കത് പേടി വരും. അപ്പോൾ എനിക്ക് ഇവിടെ ഓൺടർപ്രണേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ നോ യുവർ ബിസിനസ്, നോ യുവർ മാർക്കറ്റ്, നോ യുവർ കസ്റ്റമേഴ്സ്. ഈ കാര്യങ്ങൾ നന്നായി അറിഞ്ഞതിന് ശേഷം നോ യുവർ സെൽഫ്. ആസ് എൻ ഓൺടർപ്രണർ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, യുവർ നോളജ്. നിങ്ങളുടെ ആവശ്യമായ നിങ്ങൾക്കില്ലാത്ത സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. അതെല്ലാം അവൈലബിൾ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ ഈ വിശാലമായി യാത്ര ചെയ്യാം. എന്നിട്ട് വലിയ ബ്രാൻഡുകൾ ചെയ്യുന്ന പല സംഗതികളെയും സീറോ കോസ്റ്റിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ. വലിയ ബ്രാൻഡുകൾക്ക് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. ചെറിയ ബ്രാൻഡുകൾക്ക് അത്രയൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന CRM തന്നെ എത്ര വലിയ സാധ്യത ഉണ്ട്. നമ്മുടെ നൈബർഹുഡിൽ ഉള്ള ആളുകളെ മുഴുവനും നമുക്ക് ഔട്ട്റീച്ച് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അതല്ലെങ്കിൽ അതിനുള്ള ബൾക്ക് ഷെയർ ചെയ്യുന്ന സംവിധാനമോ ഇൻസ്റ്റാഗ്രാം പേജോ ഒക്കെ പോരെ. പക്ഷെ അതൊന്നും ചെയ്യാതെ അവർ വന്നതുകൊണ്ട് നമ്മൾ കൂട്ടിപ്പോയി എന്ന് പറയാൻ നിൽക്കരുത്. ഒരു കാരണവശാലും റീജിയണൽ ബ്രാൻഡുകൾ സ്വയം താഴോട്ട് പോവാൻ തയ്യാറായി കൊടുക്കാത്ത സമയത്തോളം വലിയ ബ്രാൻഡുകൾക്ക് ഇവരെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഓരോന്ന് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയി ചോദിച്ചാൽ എനിക്ക് ഓരോന്നിൻ്റെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ തന്നെ ചെയ്തതും അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്കോസിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ സാധനം കാണാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ എന്തായാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. അവർ നാളെ നിങ്ങളെ ബോർഡ് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ നമ്മൾ പല ബ്രാൻഡുകളും എനിക്കറിയാം, നമ്മളെ വർക്ക് ചെയ്ത ബ്രാൻഡുകൾ, റീജിയണൽ ബ്രാൻഡുകൾ അവരുടെ ഔട്ട്ലൈൻ, അവരുടെ പുറത്തോട്ടുള്ള ഔട്ട്റീച്ച് മാറിയപ്പോൾ വലിയ ബ്രാൻഡുകൾ നമ്മളോട് അല്ലെങ്കിൽ സ്പേസ് ഡെവലപ്പ് ചെയ്യുന്ന ബ്രാൻഡുകൾ നമ്മളെടുത്ത് എന്നെ വിളിക്കാറുണ്ട്. എന്നിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ ബ്രാൻഡിനെ ഞങ്ങൾ സ്പേസ് തരാം, നിങ്ങൾക്ക് എന്താണ് ഫെസിലിറ്റി വേണ്ട അത് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയാൻ തയ്യാറാവുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു ഹാർട്ട് ഒരു ബ്രാൻഡ് ഒരു റീജിയൻ്റെ ക്ലോസ് ടു ഹാർട്ട് ആയി കഴിഞ്ഞാൽ അവരെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള ക്ലോസ് ടു ഹാർട്ട് ബ്രാൻഡുകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തെ റീജിയണൽ ക്യുസീൻസിനെ എന്തെങ്കിലും ഹാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാലും ഉടുപ്പിയിൽ പോയിട്ട് നിങ്ങൾ ഒരു ഗ്ലോബൽ ബ്രാൻഡ് വെച്ചിട്ട് അവിടുത്തെ റീജിയണൽ ബ്രാൻഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറായ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ.